മൃത്യുഞ്ജയോമ മന്ത്രത്തിന്റെ അർത്ഥം അറിയാവോ? എന്താണ്? ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഇനിയൊരു വാക്കുണ്ട്, പൂർവാരു കമിപബന്ധനാം മൃത്യുർമോക്ഷീയമാമൃത. നമ്മുടെ ഗുമ്മടിക്കായില്ലേ, എന്താണ്? കുമ്പളങ്ങ വള്ളിയിലാണ് ഉണ്ടാവുക അല്ലെ, മരത്തിലല്ല, വള്ളിയില്. അതിങ്ങനെ ഭൂമിയിലേക്ക് കിടക്കും. പൂർവാരു കമിപബന്ധനാൻ. മൃത്യുഞ്ജയ മന്ത്രം എന്താണ്? ഈ കുമ്പളങ്ങ ഈ വള്ളിയിൽ നിന്ന് ഭൂമിക്കോ വള്ളിക്കോ ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെയാണോ പഴുത്ത് പാകമായി ഞെട്ടറ്റു പോകുന്നത്, അതുപോലെ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്ര മൃത്യുഞ്ജയം. അല്ലാതെ മൃത്യുഞ്ജയം നടത്തി ചിരഞ്ജീവിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. പിന്നെ മൃത്യുഞ്ജയം എപ്പോഴാണ് നടത്തുക? ചിലപ്പോ ഒരു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ ആ ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം മോചിതനാവണം. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് 90 വയസ്സിൽ ശരിക്കും ഈ കുമ്പളങ്ങ വേർപെടുന്ന പോലെ മരിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആപത്തൊഴിയാനാണ് ആ സമയത്ത് നടത്തുക. യഥാർത്ഥത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും മൃത്യുഞ്ജയ പൂജ നടത്തുന്നതും നിങ്ങൾ ആയുസ്സത്തി മരിക്കാനോ, ഒരാളെയും ഉപദ്രവിക്കാതെ ബെഡിൽ കിടക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആയുസ്സെത്തുമ്പോൾ മരിക്കണം. അപമൃത്യവും വരാൻ പാടില്ല. അതിന് അപമൃത്യു ഉണ്ടാകാൻ പാടില്ല, അപകടമരണം ഉണ്ടാകാൻ പാടില്ല, ആശുപത്രി കിടന്ന് മരിക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത്? എല്ലാരും പോയിട്ട് ഭഗവാനെ മൃത്യുഞ്ജയം 4 എണ്ണം കഴിപ്പിച്ചിട്ടുണ്ട്, വഴിയിലൊന്നും തട്ടിയിടല്ലേ, അതൊന്നുമല്ല. യഥാർത്ഥത്തില് നിങ്ങളെ ആയുസ്സെത്തിച്ച് മരിപ്പിക്കുവാനുള്ള മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം.